ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഇമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇമ്മാൻ്റെ വീട്ടിൽ നിന്നൊരു ചെറിയൊരു സൽക്കാരാണ്. സിനിമാമാനും അപ്പനും വിളിക്കാണെന്ന്. ഇപ്പം രാവിലെ നേരത്തെ നീച്ച് എല്ലാവരും പിന്നെ ചായ കുടിച്ചതിന് ശേഷം എല്ലാവരും പണിയിലായിരുന്നു കേട്ടോ. ഓരോന്ന് ഉണ്ടാക്കണേണ്ടിയിലൊക്കെ ഉമ്മച്ചിയുടെ ചിക്കൻ പൊരിക്കാണല്ലേ എടുത്തോ. അത് ഇമ്മ ഏതോ ഓഫ് ആയിക്കണേ, ഒന്നും കാണിട്ടില്ല. ചടക്ക് കറിക്കണേ തിന്നണേ പൈച്ചങ്ങനെ ഓണാക്കാണ് വെച്ചിട്ട് നമുക്കൊന്ന് വാങ്ങിയാൽ മതില്ലേ. നമുക്കൊന്ന് പിന്നെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. 2 ടൈപ്പ് പുഡിങ്ങാണ് കേട്ടോ. പിന്നെ എനിക്കുള്ള പണി എന്താ വെച്ചാൽ ഈ കോളിഫ്ലവർ മുറുക്കലായിരുന്നു. മുണുങ്ങ ഈ തോടൊക്കെ കണ്ണൊക്കെ പിടിച്ചിണ് കളയടാ. കാടമുട്ടിയും പാലും കുടിക്കാണ് റിസു അല്ലേ. ഉമ്മച്ചി ചിക്കൻ പൊരിക്കാണ്. അതെന്തിനാ മസാലക്കല്ല. നമ്മളിവിടെ ഇത് നുറുക്കാണ് കോളിഫ്ലവർ. മീശൊക്കെ ഉണ്ടല്ലോ ഇതിൽ കൂടെ. പിന്നെ ഇവിടെ അകത്ത് അടുപ്പിൽ ഇവിടെ കോളിഫ്ലവറും കാടി അങ്ങനെയൊക്കെ പൊരിക്കുന്നുണ്ട്. പിന്നെ താഴത്ത് ഇവിടെ കാടമുട്ട മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇമ്മമ്മ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇമ്മമാരുടെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ പുഡിങ് അതൊക്കെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ മാംഗോ പുഡിങ്ങും പിന്നെ ക്യാരമൽ പുഡിങ്ങാണ്. ഇതിപ്പോൾ മാംഗോ പുഡിങ്ങിൻ്റെ മേലെ കൂടെ ഉണ്ടാക്കിയതിന് ശേഷം മറ്റേ ക്രഷ് ചെയ്ത് മാംഗോസ് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. ഞാൻ പിന്നെ തൈര് ഉണ്ടാക്കി കൊടുത്തു. ഉള്ളിയും ക്യാരറ്റും അങ്ങനെയൊക്കെ ഇട്ടാണ്ട് തൈരുണ്ടാക്കി. പിന്നെ താത്ത ഉള്ള കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ പോയപ്പോൾ വീഡിയോ എടുത്തു. എന്താ അറിയോ ഇങ്ങനെ കളിച്ചത്. ഓ നെറ്റിന്റെ ഉണ്ട്. നെറ്റ് ഓഫ് ആക്കി കളിച്ചാണ്. നെറ്റിന്റെയാണ്, പക്ഷെ ഹോട്ട്സ്പോട്ടോ എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ചാണ്ട് കയറി പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാമാനെയും അപ്പനെയും കാത്തിക്കേന് കേട്ടോ. ഓലെ വെയിറ്റ് ചെയ്തൊക്കെയാണ് എല്ലാവരും. അങ്ങനെ പിന്നെ ഓല് വന്നു. പിന്നെ ഓലിക്കുള്ള ഫുഡൊക്കെ വിളമ്പിലേന് കേട്ടോ. അതിൻ്റെ തിരക്കിലേന് എല്ലാവരും. പിന്നെ നമ്മൾ ഇതാണ് ക്യാരമൽ പുഡിങ് ഇട്ട് ഉണ്ടാക്കിയത്. ഇതിനൊരു പാത്രത്തിൽ ഇങ്ങനെ മറിച്ചിടണം. അപ്പം അവർക്ക് താത്ത കാട്ടണം. താത്തന് പുഡിങ്ങിൻ്റെ കാള്. പിന്നെ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഡെസേർട്ടായിട്ട് ഇവിടെ രണ്ട് അങ്ങനെ പിന്നെ മാമി മാപ്പയൊക്കെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പം മിഷും റിസും ഓലപ്പം ഇരുന്നീന് കേട്ടോ. അത് പിന്നെ കട്ടൊക്കെ ചെയ്ത് അവിടെ വെച്ച് കൊടുത്തു. ഇതെല്ലാം സുഖല്ല, അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ക്യാരമൽ സെറ്റായില്ലേ. Masuk kayak
അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ എല്ലാതും കൂട്ടി ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഒക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും പുഡിങ്ങൊക്കെ കഴിച്ചു. ഇതിലെ മാംഗോ പുഡിങ് അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു. കേരളത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സിനിമാമാരെയും അപ്പാനെയും കൂടെ മുപ്പിനിക്ക് പോയിട്ടോ, കുഞ്ഞോള മാമാൻ്റെ വീട്ടിലേക്ക്. അപ്പൊ ഗൈസ് ഞങ്ങൾ മിച്ചുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ മിച്ച്? ഉണ്ടടാ ചിരിച്ചാ ചിരിച്ചാ എന്താ ഇവിടെ വെള്ളം 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 അതാരാ വരുന്നേ? അടച്ചോണ്ടടാ ഹലോ ഗൈസ്, ഹലോ ഇന്ദുവിന്റെ വീട് ഗൈസ്, ഇന്ദുവിന്റെ വീട്. അതിനുള്ളിലൊക്കെ രണ്ടു മഞ്ച അടെ സുന്ദടാ. ബാ ബ്രും പോവാ, ബാ ബാ പോ. ബ്രും പോവാ. അപ്പൊ ചേർച്ചോ അതാ പോയോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് അവിടുന്ന് പോന്നു. പിന്നെ നേരെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ എത്തി. പിന്നെ പോരുന്ന വൈക്കുന്ന ആ പപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി തന്നീനു കേട്ടോ. ഐസ്ക്രീം അല്ല, ഐസ് ബാർ ഉണ്ടല്ലോ അത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയിട്ട് അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കാക്കുക, ഷെയർ ആക്കുക, കമൻറ്റ് ആക്കുക, ഒക്കെ ആക്കി സപ്പോർട്ടാക്കി. ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും തീരെ മറക്കല്ലോ. നിങ്ങൾ കാണാനൊക്കെ ഒന്ന് ലൈക്കാക്കി പോയിട്ടോ. അപ്പോൾ എല്ലാവരുടെ അസ്സലാമു അലൈക്കും.